ഇന്ന് രാവിലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഹൃദയഭേദകമായിട്ടുള്ള വാർത്തയാണ്. അത് ഷൈൻ ടോം ചാക്കോയുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ എന്താ പറയുക, വളരെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ എന്തായാലും നമുക്ക് കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്തേക്ക് പോവുകയായിരുന്നു, അതായത് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ആ ഒരു സമയത്താണ് ഒരു ടിപ്പർ ലോറിയുമായിട്ട് കൂട്ടിമുട്ടി അപകടമുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടായിരുന്നു, അനുജനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് മാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛൻ ആ ഒരു സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല, അദ്ദേഹം സേഫ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ PC ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ എന്നുപരി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ മാർക്കൊന്നുമില്ല. അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹം സിനിമയിലോ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ എന്ന രീതിയിൽ മാത്രം പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. സോ അതാണ് അപകടത്തിന് കാരണമായത്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലും. സോ അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഒടിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അനുജനും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. കാണുന്നവരെ ഗുഡ് ബൈ.